friends, welcome back to Viniz World. നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് മുട്ടയപ്പമാണ്. അതിനായിട്ട് ഒരു കപ്പ് അരി നമ്മൾ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു 5-6 മണിക്കൂറായി ഇത് വെള്ളത്തിൽ ഇട്ടിട്ട്. പച്ചരിയാണ് ട്ടോ നമ്മൾ എടുത്തേക്കുന്നത്. ഇനി അരി എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതൊരു നല്ല പേസ്റ്റ് ആയിട്ട് കിട്ടണം. ഒട്ടും തരിയില്ലാതെ കിട്ടണം. അധികം വെള്ളം ഇതിൽ ഒഴിക്കാൻ പാടില്ല കേട്ടോ. വളരെ കുറച്ച് വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. ഒരു തിക്ക് കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഒരു കട്ടിയായിട്ടിരിക്കുന്ന രൂപമാണ് വേണ്ടത്. ഇപ്പം ഈ അരിയിൽ കുറച്ച് വെള്ളം ഉണ്ടാവില്ല. നമ്മൾ വെള്ളത്തിൽ നിന്ന് ഡയറക്റ്റായിട്ട് എടുത്ത് ഇടുകയല്ല ചെയ്യണം. അതുകൊണ്ട് ആ വെള്ളവും പിന്നെ 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് അങ്ങനെ ഒരു തിക്ക് കൺസിസ്റ്റൻസി ആക്കാനായിട്ട് ശ്രദ്ധിക്കണം. മിക്സിയുടെ ചെറിയ ജാറിലാണ് ഇട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അരഞ്ഞു കിട്ടും കേട്ടോ. വലിയ ജാറിലിട്ടാൽ കുറച്ച് പാടായിരിക്കും അരയാനായിട്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചോറിട്ട് കൊടുക്കണം. മട്ട അരിയുടെയോ അല്ല സാദാ പുഴുക്കലരിയുടെയോ ചോറിട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ചോറിട്ട് കൊടുക്കുമ്പോൾ ഇതിനൊരു സോഫ്റ്റ്നെസ് കിട്ടും. ഇനി ഇതൊന്ന് മഷി പോലെ അരച്ചെടുത്തുകൊണ്ട് വരാം. ഇപ്പോൾ നമ്മൾ ഒട്ടും വെള്ളം ഒഴിക്കാതെയാണ് ഇങ്ങനെ ഒരു പരുവത്തിലാക്കി എടുത്തേക്കണത്. നമുക്കിനി ഇതിലേക്ക് ഒരു കോഴിമുട്ടയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം വെള്ളം ഒഴിച്ചു പോയാൽ നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. മുട്ടയൊക്കെ ഇട്ട് അടിച്ചതിന് ശേഷം പിന്നെ വെള്ളം ഒഴിച്ചാൽ മതി. ഇനി ഇതൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം. ഇതിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. എന്നാലും ചെറിയ തരികളൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്നും കൂടി നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കണം. അതിനായിട്ട് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് പാലൊന്നുമല്ല കേട്ടോ. അരിയുടെ ആ കളറ് തന്നെയാണത്. ഇനി ഇതൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം. ഇതാ ഇപ്പം നന്നായിട്ട് അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നല്ല ഒരു തിക്ക് പേസ്റ്റായിട്ടുണ്ട്. നന്നായിട്ട് അരഞ്ഞിട്ടുമുണ്ട്. ഇനി ഈ മിക്സിയുടെ ജാറിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊരു നന്നായിട്ട് സോഫ്റ്റായി വരാൻ വേണ്ടിയാണ്. പഞ്ചസാര വേണ്ടാന്നുള്ളവർ ഇടണ്ട കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്താൽ മതി. അത് 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ബേക്കിംഗ് സോഡ അത്രയും ഹെൽത്തി അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ബേക്കിംഗ് പൗഡർ ഉപയോഗിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു മുളകിൻ്റെ അരിയൊക്കെ കളഞ്ഞിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുതാക്കി അരിഞ്ഞിട്ടാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ബേക്കിംഗ് പൗഡറിനേക്കാളും പവർ കൂടുതലാണ് ബേക്കിംഗ് സോഡയ്ക്ക്. അതുകൊണ്ടാണ് ഞാൻ 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കാൻ പറഞ്ഞത് കേട്ടോ. ഇനി ഇത്രയുള്ള ഒരു കഷ്ണം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്ന് ഇട്ട് കൊടുക്കാം. ചെറിയ ക്യാരറ്റ് ആണെങ്കിൽ 1 എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ വലിയ ക്യാരറ്റ് ആയതുകൊണ്ടാണ് പകുതി എടുത്തേക്കണത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമ്മൾ കുറച്ച് എണ്ണയിലാണ് ഉണ്ടാക്കണത് കേട്ടോ. അപ്പോൾ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയിലാണ് ഉണ്ടാക്കണത്. ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് 1-2 ഡ്രോപ്സ് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇനി നിങ്ങൾക്ക് ബ്രഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൊണ്ടൊന്ന് തേച്ച് കൊടുത്താൽ മതി. ഇനി ഓരോ ഹോളിലേക്കും ഓരോ സ്പൂൺ മാവ് ഇത് ഒഴിച്ചു കൊടുക്കാം. നിറച്ചൊഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. കുറച്ച് പൊങ്ങി വരും. ഒരു 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ എല്ലാ കുഴികളിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. നമ്മൾ എണ്ണയിലിട്ടല്ലല്ലോ ഇത് വേവിക്കുന്നത്. ഇപ്പോൾ കുറച്ച് സമയമായിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പുറത്തെ സൈഡ് ഇതുപോലെ തന്നെ ഒന്ന് വെന്ത് വരട്ടെ. എല്ലാം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1-2 ഡ്രോപ്സ് എണ്ണ വീതം വീണ്ടും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് സൈഡിൽ കൂടിയൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഇതിപ്പോൾ 2 സൈഡും ആയി വന്നിട്ടുണ്ട്. നമുക്ക് എടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാം ഉണ്ടാക്കിയെടുക്കാം. ഇനി നമ്മൾ എണ്ണയിലിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഇതാ ഇങ്ങനെ ഇരിക്കും കേട്ടോ. നന്നായിട്ട് പൊങ്ങി വന്നിട്ട് ഒരു വശമായി വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടതാ ഇങ്ങനെ ഇരിക്കും. ആകെ 2 മാത്രമേ ഞാൻ എണ്ണയിലിട്ട് ഉണ്ടാക്കിയുള്ളായിരുന്നു. ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി.
മറ്റേതാണല്ലോ ഹെൽത്തി. അധികം എണ്ണയില്ലാതെ ഉണ്ടാക്കുന്നത് തന്നെയാണ് എപ്പോഴും ഹെൽത്തി. ഇപ്പോൾ നമ്മുടെ എല്ലാ മുട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.